ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയതും ഹെൽത്തിയുമായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു പലഹാരത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഇതാ കുറച്ച് തേങ്ങയും പിന്നെ ചെറിയ ജീരകം, ഒരു 4-5 ചെറിയുള്ളി, പിന്നെ ഒരു പച്ചമുളക്, ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകുന്നു വേണ്ട. ഇനി നമുക്ക് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് ആ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് അരിപ്പൊടി എടുക്കാവുന്നതാണ്. സാധാരണ പത്തിരിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ ആ ഒരു തയ്യാറാക്കി വെച്ച ഒരു അരപ്പുണ്ടല്ലോ, ആ ഒരു തേങ്ങയുടെ മിക്സ്, അതും ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നല്ലോണം തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ലേ എന്ന മാതിരി ഇതിലേക്ക് നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു മീഡിയം ചൂടിൽ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാക്കി എടുക്കാം. ഇതിലേക്ക് വെള്ളം പിന്നീട് ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടെ. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി കുഴച്ചെടുക്കില്ല, അതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എങ്കിൽ മാത്രം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ട് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എടുത്ത വെളിച്ചെണ്ണ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണയാണ് ഞാൻ ഈ ഒരു മസാല വഴറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വലിയുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലിയ ഒരു വലിയുള്ളി തന്നെയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ചോപ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയൊരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചുവക്കൊന്ന് മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം മല്ലിയില ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ മസാല, എരിവിനായിട്ട് കുറച്ചധികം തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുരുമുളക് പൊടിയുടെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു പൊടികളുടെ ഒരു പച്ചച്ചുവൊക്കെ അല്ലെങ്കിൽ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ചിക്കനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചിക്കന് നമ്മൾ സാധാരണ നോർമൽ മസാലയിൽ ഉണ്ടാക്കിയെടുത്ത ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ്. ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ചെടുത്താലും മതി. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഉപ്പൊക്കെ അതിലിപ്പോൾ അത്യാവശ്യം ഉണ്ടാവും. നമ്മൾ ചിക്കനിൽ ഉപ്പുണ്ട്, നേരത്തെ സവാള വഴറ്റിയപ്പോൾ അതിലൊക്കെ ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊന്നും കൂടി പോകാതെ നോക്കുക. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഉള്ള ഉപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മാവുണ്ടല്ലോ, അത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കാരണം അത് ഇരിക്കും തോറും ഒന്ന് ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു ബോൾസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതാ ഈ ഒരു പരത്തി കൊടുത്ത ഇതിൽ ഈ ഒരു വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് വേണമെന്ന്, ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അത്ര വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് മാത്രം മതിയെങ്കിൽ കുറച്ച് വെച്ച് കൊടുത്താൽ മതിയാകും.
ഇനിയിപ്പോൾ ഇതാ ഒരു ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കുക. പുറം ഭാഗം ഒന്നും കാണാത്ത പുറം ഭാഗത്തേക്ക് പോകാത്ത രീതിയിൽ ഇതാ നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ എല്ലാ വശവും ഒന്നിങ്ങനെ കവർ ചെയ്തെടുക്കുക. പുറം ഭാഗത്തേക്ക് കാണാത്ത രീതിയിൽ ഇതുപോലൊന്ന് ബോൾ ഷേപ്പിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സാധനം കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ ഫ്രൂട്ടൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിൽ ആദ്യം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോൾ ഇതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഒരുപാട് അങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ ആക്കി എടുക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ആ ഒരു ബോൾ ഷേപ്പിലാണ് നമുക്കിത് ആവി കയറ്റി എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷം എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലാം ഈ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ആദ്യം വെള്ളം നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റോ മതിയാകും കേട്ടോ. നമ്മൾ ജസ്റ്റ് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചുകൊണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്കിതാ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ ഇത് ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒരുപാട് ഒഴിച്ചെടുക്കരുത്, കുറച്ച് മാത്രം ഒഴിച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല കേട്ടോ. ഈ 2 പൊടികൾ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു പൊടികൾ കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ച പലഹാരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു മസാലയൊക്കെ നല്ലതുപോലെ ഈ ഒരു പലഹാരത്തിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ. ഈ ഒരു മസാലയുടെ ഈ ഒരു നാരങ്ങയുടെ ഈ ഒരു പുളിയും അതുപോലെ തന്നെ മസാല എരിവോട് കൂടിയുള്ള ഒരു മസാലയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്